കൊല്ലം പ്രസ് ക്ലബ്ബിൽ പിണറായി വിജയൻ മുഖാമുഖം പരിപാടിയിൽ തത്സമയം സ്വാഗതം ചെയ്തോളൂ. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്തിട്ടും മരം പെയ്യുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ പഴയ അമരക്കാരൻ സഹാവ് എസ് ജയമോഹൻ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു. ഇന്നത്തെ പരിപാടിയിലേക്ക് സഹാവ് പിണറായി വിജയനെ ക്ഷണിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഏറ്റവും ആദ്യം ശ്രമിച്ചത് അതിൻ്റെ ഒരു വഴിയാണ്. ആ വഴിയായിരുന്നു വരദരാജൻ സഹാവ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തു. ഈ ചടങ്ങിൽ വളരെ കൂടുതൽ തിരക്കുകൾക്കിടയിലും എല്ലാ ദൃശ്യമാധ്യമ പ്രവർത്തകരും പത്രപ്രതിനിധികളും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചടങ്ങിനെ കൂടുതൽ കൊഴുപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളെ എല്ലാവരെയും ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. മീറ്റ് ദ പ്രസ് സാധാരണ നിലക്ക് നല്ല ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നാടിനോട് പറയാനുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ സംവദിക്കാനുള്ള ഒരു മാർഗമാണ് മാധ്യമങ്ങൾ. പക്ഷേ നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ ചില മാധ്യമങ്ങളെ തെറ്റായ വഴിക്ക് ചില ഉപയോഗിക്കാറുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. അത് മാധ്യമലോകവും പിണറായി വിജയൻ അദ്ദേഹം കൊല്ലത്ത് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ കൊല്ലം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ തത്സമയം സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്. നല്ല അന്തരീക്ഷമായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരാൾ വിളിച്ച് പറയുകയാണ്, അല്ല നിങ്ങൾ VS-നെ പാർട്ടി വിരുദ്ധനെന്ന് വിളിച്ചു എന്ന് ഒരു ചാനലിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏത് ചാനലാണെന്ന് ചോദിച്ചപ്പോൾ ചാനലിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ വാർത്ത വരുന്നത് എന്ന് പറഞ്ഞ് പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ചിലർ ഇതിനു വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയതാണെന്ന് മനസ്സിലായി. ഉണ്ടായ പ്രശ്നം എന്താ? എന്നോട് പല ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. നിങ്ങൾ സാധാരണ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുകയാണല്ലോ. അങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ ഒരു ചോദ്യം, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തലേ ദിവസം നിങ്ങളൊരു പത്രസമ്മേളനം നടത്തിയല്ലോ. ആ പത്രസമ്മേളനം ഇപ്പോൾ തള്ളിയോ? അതിൽ പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞോ? നിലനിൽക്കുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ഉത്തരം, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലോ ചെയ്ത കാര്യങ്ങളിലോ തെറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അത് തുറന്ന് സമ്മതിക്കുന്നതിന് ഒരിക്കലും മടി കാണിക്കാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റായിപ്പോയെങ്കിൽ നിങ്ങളടുത്താണല്ലോ ആദ്യം പറയുക. അങ്ങനെയാണല്ലോ നാടിനോട് പറയുന്നത്. നിങ്ങളടുത്ത് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉത്തരം കഴിഞ്ഞു. അപ്പോൾ ഒരാൾ ചോദ്യം, അങ്ങനെയാണെങ്കിൽ VS-നെ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്? അപ്പോൾ എൻ്റെ ഉത്തരം, VS സ്വന്തമായി സ്ഥാനാർത്ഥിയായി നിന്നതല്ല. VS-നെ സ്ഥാനാർത്ഥിയായി പാർട്ടി തീരുമാനിച്ചതാണ്. പാർട്ടിക്ക് ഗുണകരമായ തീരുമാനങ്ങളാണ് പാർട്ടി എടുക്കുക. പിന്നെ എന്തോ ഒരു ചോദ്യം വന്നു, അത് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല നിങ്ങൾ പാർട്ടിക്ക് ഗുണം വരുത്താൻ ചോദിക്കുന്നതല്ലോ. ആ ഭാഗം അവിടെ തീരുകയാണ്. ഇതാണ് ഞാൻ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത. ഇതെന്തുകൊണ്ടാണ്? എന്തിനാണിത്? ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അതായത് കേരളത്തിൽ UDF-ന് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ്.
കാരണം ജനങ്ങളാകെ യു ഡി എഫിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ജനങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എൽ ഡി എഫുകാർ ഉപേക്ഷിച്ചു എന്നല്ല, എൽ ഡി എഫുകാർ നേരത്തെ ഉപേക്ഷിച്ചില്ലല്ലോ. യു ഡി എഫിന് വോട്ട് ചെയ്ത ആളുകൾ യു ഡി എഫിനെ ഉപേക്ഷിക്കുകയാണ്. ഇപ്പോൾ യു ഡി എഫിന് വോട്ട് ചെയ്ത ഒരു കർഷകൻ ഇപ്പോൾ എന്ത് താല്പര്യത്തിലാണ് യു ഡി എഫിന് വോട്ട് ചെയ്യുക? ഇവിടുത്തെ ഒരു കശുവണ്ടി തൊഴിലാളി യു ഡി എഫിന് വോട്ട് ചെയ്തയാളാണെന്ന് വിചാരിക്കുക, എന്ത് താല്പര്യത്തിലാണ് യു ഡി എഫിന് വോട്ട് ചെയ്യുക? ഇവിടുത്തെ ഒരു കയർ തൊഴിലാളി എന്ത് താല്പര്യത്തിലാണ് യു ഡി എഫിന് വോട്ട് ചെയ്യുക? നമ്മുടെ നാട്ടിൽ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെൻഷൻ വാങ്ങുന്നവരുണ്ട്, അവരനുഭവിക്കേണ്ടി വന്ന പീഡനമുണ്ട്, എന്ത് താല്പര്യത്തിലാണ്? യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുക. അപ്പോൾ യു ഡി എഫിനോടൊപ്പം നിന്നവർ തന്നെ യു ഡി എഫിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനവിധി എന്തായിരിക്കുമെന്ന് യു ഡി എഫ് കൃത്യമായി കണക്കാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ യു ഡി എഫ്, പ്രത്യേകിച്ച് കോൺഗ്രസ്, പ്രതീക്ഷ വെക്കുന്നത് എൽ ഡി എഫിലും സി പി ഐ എമ്മിലും എന്തെങ്കിലും കലഹമുണ്ടാകണമെന്നാണ്. അപ്പോൾ അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. എൽ ഡി എഫ് ആണെങ്കിലോ സീറ്റ് വിഭജനം നല്ല നിലക്കാണ് പൂർത്തിയാക്കിയത്. സ്ഥാനാർത്ഥി നിർണയം എല്ലാ കക്ഷികളും നല്ല നിലക്ക് തന്നെ പൂർത്തിയാക്കി. അപ്പോൾ നല്ല യോജിപ്പോടെയാണ് എൽ ഡി എഫ് ആകെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സി പി ഐ എം ഇതിനെല്ലാം ഫലപ്രദമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് നല്ല ഐക്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരവസ്ഥയോട് അങ്ങനൊരു യോജിപ്പ് വരുന്നില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് പൊളിക്കണം. അപ്പോൾ ആ പൊളിക്കാൻ എന്താ മാർഗം എന്ന് ചിലർ കണക്കൂട്ടിയിട്ടുണ്ടാവും. പണ്ട് ഞാൻ അതിനൊരു പദം കൊണ്ട് വിശേഷിപ്പിച്ചിരുന്നു. ആ പദം ഞാനിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതായിരിക്കും അത്. ചിലർ ചേർന്നിട്ട് ഇങ്ങനെ ഒരു ആലോചന നടത്തുകയാണ്. ആ ആലോചനയുടെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ കണക്കാക്കിയിട്ടുണ്ടാവും. ഇത് കേട്ടാൽ നിരുപദ്രവമാണെന്ന് തോന്നുന്ന തരത്തിലൊരു ചോദ്യം. ഇങ്ങനെ സമ്മേളനത്തിൻ്റെ തലേദിവസം നിങ്ങളൊരു പത്രസമ്മേളനം നടത്തിയല്ലോ, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. എൻ്റെ ഉത്തരം അതിന് ചെല്ലുന്നു. പിന്നെ സ്ഥാനാർത്ഥിയാക്കിയതിനെ പറ്റിയുള്ള ഉത്തരവും ചെല്ലും. ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടതില്ലായിരുന്നു. ഇതിനകത്ത് വി എസ് പാർട്ടി വിരുദ്ധനാണ് എന്ന് ഒരിടത്തും ഞാൻ പറയുന്നില്ലാലോ. ചോദ്യത്തിനുള്ള ഉത്തരം പറയാതെയും പറ്റില്ലല്ലോ. ചോദ്യത്തിന് ഉത്തരം എന്താണോ ശരിക്കുള്ളത് ആ ഉത്തരം ശരിക്കും പറയുകയാണ്. പിന്നെ ഒരു വാചകം കൂടി എനിക്കതിൽ പറയാമായിരുന്നു. അതെന്താ? ആ കാര്യങ്ങളെല്ലാം PB കമ്മീഷൻ്റെ മുന്നിൽ പരിശോധനയിലാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയേണ്ടൊരു സന്ദർഭം വരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് PB കമ്മീഷൻ തള്ളുകയും ചെയ്യാം, കൊള്ളുകയും ചെയ്യാം. അതൊക്കെ കമ്മീഷൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് വരേണ്ട കാര്യമാണ്. ഇപ്പം തള്ളിയോ എന്ന് ചോദിച്ചാൽ തള്ളിയെന്ന് ഞാനങ്ങനെ പറയും. തള്ളാത്ത കാര്യം തള്ളിയെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഉടനെ ഞാനെന്തോ വി എസിനെ ആക്ഷേപിച്ചു എന്ന് വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ പിണറായി വിജയനും വി എസും കൊമ്പ് കോർക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മുഖപത്രമോ അല്ലെങ്കിൽ ആ മുഖപത്രത്തിൻ്റെ മുഖപത്രമായി നിൽക്കുന്ന ഉമ്മൻചാണ്ടിയോ ഏതാണെന്ന് പറയാൻ പറ്റില്ല. അവരൊക്കെ അങ്ങ് ആഘോഷിക്കുകയല്ലേ ഇതുമായി ബന്ധപ്പെട്ടിട്ട്. എല്ലാവരും അങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അതിലൊക്കെ നല്ല വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. ചിലരൊക്കെ നല്ല മാന്യത പുലർത്തി തന്നെ പോയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമായി ഇപ്പോൾ ഞങ്ങളെയൊന്നും കൂടെ നിൽക്കാത്ത ഒരു പ്രമുഖ പത്രം തന്നെ ഇന്ന് വായിച്ചപ്പോൾ പറഞ്ഞതിലൊരു വ്യത്യാസമില്ല. ശരിക്കും തന്നെ കാര്യങ്ങൾ എഴുതുന്ന നിലയാണുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമായ ഗൂഢോദ്ദേശങ്ങളുണ്ടാകാം, പിന്നെ അതോടൊപ്പം സ്വാധീനിക്കലും ഉണ്ടാകാം. നേരത്തെ പറഞ്ഞ തരത്തിലുള്ള സ്വാധീനിക്കുന്ന പരിപാടികളും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയായാൽ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് എനിക്ക് ഉള്ള ഒരു ശങ്ക. ഈ മീറ്റ് ദ പ്രസ്സൊക്കെ ചോദിച്ചാൽ സാധാരണ ഒരിക്കലും സൗകര്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കാറില്ല, സൗകര്യമില്ലെങ്കിൽ പിന്നെ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ ലക്ഷ്യം വെക്കുന്ന ഒരു സെറ്റ് ഉണ്ടാവുക എന്ന് വന്നാൽ അതെങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളൊരു ശങ്ക വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ആ ശങ്ക നിങ്ങളുടെ അടുത്ത് വ്യക്തമാക്കണമല്ലോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ യഥാർത്ഥ വസ്തുതകൾ
പിന്നെ നമ്മളെ സ്ഥാനാർത്ഥി വരുന്നുണ്ടല്ലോ. പിന്നീട് ഞാൻ വ്യക്താക്കുകയാണ്. അതായത് ഇങ്ങനെ വാർത്ത വന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത പൊതുപരിപാടിയിലല്ലേ വ്യക്താക്കാൻ പറ്റും. അടുത്ത പൊതുപരിപാടി നമ്മുടെ വി സത്യൻ്റെ മണ്ഡലത്തിലായിരുന്നു. അതിൽ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനൊരാളുടെ വ്യാഖ്യാനം ഒരു കൂട്ടർ എഴുതിയത്, ഉടനെ സീതാറാം യെച്ചൂരി വിളിച്ച് നിർദ്ദേശിച്ചു ഇത് തിരുത്തേണ്ടതാണ്. എന്നെ ആരും വിളിച്ചിട്ടില്ല. ഇനി വിളിച്ചാലും ഒരു തെറ്റും അതിലില്ല. സാധാരണ എന്താണ് സംഭവിച്ചത് ഞങ്ങൾ തമ്മിൽ പരസ്പരം പറയില്ലേ. അതിലൊന്നും പ്രത്യേകിച്ചൊരു അപാകതയുള്ളതല്ല. പക്ഷേ വളരെ തെറ്റായ ഒരു വാർത്ത കൊടുത്ത് കണ്ടാൽ എന്താണ് സംഭവിച്ചതെന്ന് പറയണ്ടേ. ഞാൻ ഉടനെ തിരുത്തി എന്നാണ്. എന്ത് തിരുത്തി? ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞത്. നിങ്ങളോട് ഇപ്പോൾ എന്താണോ പറഞ്ഞത് അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലും പറഞ്ഞത്. അതിൽ എവിടെയാണ് എൻ്റെ തിരുത്തൽ വന്നിരിക്കുന്നു? എന്താ തിരുത്തൽ ഇതിനകത്തുള്ളത്? അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രത്യേക രീതിയിൽ ലക്ഷ്യം വെച്ച് പോകുന്നത് എന്നാണ് കാണുന്നത്. കുറേ കാലം ലക്ഷ്യം വെച്ചവർ ഇപ്പോഴും എന്തിനാണ് അത് തുടർന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു ഘട്ടമല്ലാരും ഇത്. തെരഞ്ഞെടുപ്പിൽ മാന്യമായിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് മത്സരം നടത്താം. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. ഒരു പിന്നിലൂടെയുള്ള നേരെയല്ലാത്ത അടി വേണ്ടെന്ന് മാത്രം. അങ്ങനെ ചിലർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കി കളയുന്നതാണ് നല്ലത്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നലെ കൊല്ലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്നലെ വിശദമായി നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കശുവണ്ടി പ്രശ്നം തന്നെയാണ്. കശുവണ്ടി തൊഴിലാളികൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ പട്ടിണിയിലല്ലേ. LDFൻ്റെ കാലത്ത് 300 ദിവസത്തോളം തൊഴിൽ കൊടുത്തുകയാണല്ലോ. 300 ദിവസത്തോളം തൊഴിൽ കൊടുത്ത ആ കാലവും 60-ൽ താഴെ ദിവസങ്ങൾ തൊഴിൽ കൊടുത്ത UDF കാലവും ഇതെങ്ങനെയാണ് പൊരുത്തപ്പെടുക? ഇപ്പാണെങ്കിൽ പൂർണ്ണമായും അടഞ്ഞു നിൽക്കുന്നു. ഇത് തൊഴിലാളികളിലാകെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണല്ലോ. ഇത് കശുവണ്ടി തൊഴിലാളിയുടെ കാര്യം ഇങ്ങനെ. മറ്റ് പരമ്പരാഗത വ്യവസായ മേഖലയെടുത്താൽ കയറൊരു പ്രധാന തൊഴിലംഗമാണല്ലോ. ലക്ഷങ്ങളാണല്ലോ അവിടെ തൊഴിലെടുത്തിരുന്നവർ. അവരെല്ലാം ഇപ്പോൾ തൊഴിലില്ലാത്തവരായില്ലേ. ഏതാനും പേർക്ക് മാത്രമല്ലേ തൊഴിലുള്ളൂ. അപ്പോൾ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമല്ലേ വന്നു ചേർന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം ജീവിതം ദുസ്സഹമായിരിക്കുകയാണല്ലോ. ഇത് UDF ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ട് സംഭവിക്കുന്നതാണല്ലോ. UDF ഗവൺമെൻറ്റിന് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ചിന്തയില്ലാലോ. അതാണല്ലോ ഇത്തരത്തിൽ ഒരു തകർച്ച ഉണ്ടാകുന്നതിന് ഇടയാക്കുന്നത്. UDFന് എന്താ താല്പര്യം? UDFന് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളിലോ നാട്ടുകാരുടെ പ്രശ്നങ്ങളിലോ ഒരു താല്പര്യമില്ല. നാട് എവിടെയോ എത്തട്ടെ, നാട്ടുകാരെവിടെയോ എത്തട്ടെ എന്താണ് ചിന്ത. മറിച്ചോ അവരവരുടെ കാര്യത്തിൽ നല്ല താല്പര്യമുണ്ട്. ഇപ്പോൾ വിജയ് മല്യയുടെ പ്രശ്നം രാജ്യമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ചർച്ചയല്ലാലോ ഇപ്പോൾ ഏതായാലും ഉയർന്നു വന്നിട്ടുള്ളത്. വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ ബാങ്കുകളെ പറ്റിച്ചു എന്നുള്ള നില തന്നെയാണ് പൊതുവെ ഉയർന്നു വന്നിരിക്കുന്നത്. അത്തരമൊരാൾക്ക് നമ്മൾ ഇഷ്ടദാനം, മുഖ്യമന്ത്രിയുടെ വക ഇഷ്ടദാനം കൊടുക്കുകയാണ്. എന്താണത്? നേരത്തെ ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ വന്നാലാണ് മറ്റു കാര്യങ്ങൾ മനസ്സിലാവുക. ആ വിശദാംശങ്ങൾ ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ മെത്രാങ്കായലിൻ്റെ വിശദാംശം വന്നു. അതിൽ റവന്യൂ സെക്രട്ടറി നകത്താൻ പാടില്ല എന്ന് നോട്ട് എഴുതി കൊടുത്തു. അത് മാറ്റി വെച്ചിട്ടാണ് നകത്താൻ ഉത്തരവ് കൊടുത്തത്. അപ്പോൾ ഇതിലെല്ലാം നാടിൻ്റെ താല്പര്യമല്ല ഉയർത്തിപ്പിടിക്കുന്നത്. എന്താണ് വസ്തുത? മറ്റു താല്പര്യങ്ങളാണ്. ഉമ്മൻചാണ്ടി ഇന്നലെ പറയാണ്, ഇനി ഞങ്ങൾ പഞ്ചനക്ഷത്ര ഹോട്ടലിനും ബാർ കൊടുക്കില്ല. അത് ഭയങ്കര പ്രഖ്യാപനമായി. എന്താ വസ്തുത? പഞ്ചനക്ഷത്ര ഹോട്ടലിന് ബാറ് കിട്ടിയത് ഇപ്പോൾ കിട്ടിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് എങ്ങനെയാണ് കിട്ടിയത്?
അവർ കോടതിയിൽ പോയി. ഇവരംഗീകരിച്ച നയമുണ്ട്. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ബാറുണ്ട്. അതിന് തീരുമാനം കോടതിയിൽ നിന്ന് വന്നു. ആ നയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നയം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നയം അങ്ങനെ വെച്ചുകൊണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലിന് ബാർ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അപ്പം നേരത്തെ പറയുന്നത് പോലെ എന്തൊരു കാപട്യമാണ്. ജനങ്ങളെ പറ്റിക്കുന്നതിനുള്ള വാചകങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതും 8 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് UDF-നകത്ത് തന്നെ വ്യത്യസ്തകൾ വന്നു കഴിഞ്ഞു. കാരണം ഇതിലൊന്നും യാതൊരു ആത്മാർത്ഥതയുമില്ല എന്നാണല്ലോ തെളിയിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലും ഒരാത്മാർത്ഥതയുമില്ല. നയം നിൽക്കുന്നിടത്തോളം ഇതിന് അവസരം അവർ തേടിക്കോളും എന്നുള്ളതാണ് നാം കാണേണ്ടത്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞാലും UDF അംഗീകരിച്ച് വെച്ച നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, UDF ഗവൺമെൻറ് നയമുണ്ട്, ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കത് വാങ്ങാൻ കഴിയുമെന്നതാണ് ഇതേവരെയുള്ള അനുഭവം വ്യക്തമാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എല്ലാ രീതിയിലും വലിയ തോതിലുള്ള തകർച്ചയാണ് നേരിടുന്നത്. നാടിനെ പിന്നോട്ടടിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. LDF ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രകടന പത്രികയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതും UDF അവതരിപ്പിച്ച പ്രകടന പത്രികയും തമ്മിൽ ഒരു തരത്തിലുള്ള താരതമ്യവുമില്ല. UDF-ൻ്റെ പ്രത്യേകത എന്താ? UDF നാടിനെ പൂർണ്ണമായി തകർക്കുകയാണ് ചെയ്തത്. അതിൽ LDF-ന് അഭിമാനത്തോടെ തന്നെ പറയാൻ കഴിയും, ഞങ്ങൾ നാടിൻ്റെ ഉയർച്ചക്കിടയാക്കുന്ന നടപടികളാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് പുതിയ കാഴ്ചപ്പാട് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ബാക്കി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുമല്ലോ. RSP ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് എന്നാണല്ലോ നമ്മളെല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷേ ഇടതുപക്ഷ സ്വഭാവം അവരിൽ വലിയ തോതിൽ ചോർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് അവർക്ക് ഈ ജീർണതയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞത്. കാരണം RSP ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ UDF-ന് ജീർണത ബാധിച്ചിട്ടുണ്ട്, നല്ല ജീർണതയാണ്. പിന്നെ ആ ജീർണത കൂടി വരികയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ജീർണതയുടെ കൂടെ നിന്ന് ജീർണതയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു ഇടതുപക്ഷ മേന്മയായിട്ട് പറയാനേ കഴിയില്ല. ഏതായാലും RSP ഈ സ്വീകരിച്ച നിലയിൽ അവരുടെ അണികളിൽ തന്നെ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് വലിയ ക്ഷീണമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നല്ല തരത്തിലുള്ള ക്ഷീണം ഒരു പാർട്ടി എന്ന നിലക്ക് RSPക്ക് സംഭവിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. നിയമസഭയിൽ RSPക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അല്ല അങ്ങനെ ചോദിച്ചില്ല. അങ്ങനൊരു വാക്കേ ഉണ്ടായില്ല. ഇതാണ് ചോദ്യം. നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അവതരിപ്പിച്ച, നിങ്ങൾ തെരഞ്ഞെടുപ്പ് തലേ ദിവസം നടത്തിയ പ്രസ്താവന, പത്രസമ്മേളനം, ഇതാണ് ഉപയോഗിച്ച വാക്ക്, മറ്റതേ അല്ല. അതാ ഞാൻ പറഞ്ഞത്, മുൻകൂട്ടി ആലോചിച്ച് വന്നതാണ്. മുൻകൂട്ടി ആലോചിച്ച് ഇങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഭാഗത്തുനിന്നൊരു ഉത്തരം വരും. ആ ഉത്തരം എന്തായാലും തങ്ങൾക്ക് ഈ വാർത്ത കൊടുക്കാം എന്ന് ആദ്യമേ തന്നെ കണക്കൂട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെയായിരിക്കും അത് വന്നിട്ടുണ്ടാകുക. അതാ പ്രമേയം എടുത്ത് നോക്കണം നമ്മൾ. അല്ല, അതല്ല, അതൊന്നും ഇപ്പോൾ ഒരു വിഷയമായിട്ടുള്ള കാര്യമല്ലല്ലോ നമ്മുടെ മുന്നിൽ. എന്താണ് ഉദ്ദേശം എന്നല്ലേ നമ്മൾ കാണേണ്ടത്. ഉദ്ദേശം തെറ്റായി കാര്യങ്ങൾ ചിത്രീകരിക്കലാണ്. അതിൻ്റെ ഉദ്ദേശത്തിലാണ് ആ ചോദ്യം. അതൊരു മാന്യമായ മാധ്യമ പ്രവർത്തനമല്ലാലോ എന്നാണ് ഞാൻ പറയുന്നത്.
അല്ല, നിങ്ങൾ ചോദ്യം എന്താണ്? ചോദ്യം ഞാൻ പറഞ്ഞതാണ്, അതിന് ഞാൻ ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനൊരു വാക്കേ ഇല്ല. ഇതിലൊന്നും ഇപ്പോൾ ഒരു പ്രസക്തമായ കാര്യമേ അല്ല ഇതൊന്നും. ഈ പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുന്നത് UDF-നെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. ആ സഹായിക്കൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ ഉയർന്നു വരുന്നത്. ഇതിന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു വിഷയമേ അല്ല. ആ കാര്യങ്ങളൊക്കെ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ധാരാളം. പക്ഷേ ഇപ്പോൾ അത്തരമൊരു വിഷയവും കേരളത്തിൻ്റെ മുന്നിലില്ല. ഞങ്ങൾക്കതിൽ യാതൊരു വിഷമവുമില്ല. അങ്ങനെ ഒരു വർത്തമാനം കൊണ്ടൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിണറായി വിജയൻ്റെ നാക്കിലൂടെ ഇന്നതാണ് വന്നത് എന്ന് തെറ്റായി നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ അതങ്ങനെ പറഞ്ഞോ എന്ന് ചിന്തിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ആ ചിന്ത ഉണ്ടാക്കലാണ് ഇതിൻ്റെ ഗൂഢോദ്ദേശം. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢോദ്ദേശം മാത്രമല്ല, മറ്റു തരത്തിലുള്ള സ്വാധീനിക്കലുകൾ കൂടി ഇല്ലേ എന്നാണ് ഞാൻ ശങ്കിക്കുന്നത്. ഞാൻ വ്യക്തമാക്കിയല്ലോ അത്. ആ കാര്യങ്ങളെല്ലാം PB കമ്മീഷൻ്റെ പരിശോധനയിലാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ തന്നെ. അതിലെന്താ വേറെ കാര്യം വന്നിരിക്കുന്നു? അത് പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തിനാ അത് പറയേണ്ട കാര്യം? ചോദ്യത്തിനല്ലേ ഉത്തരം. ഇപ്പം ചോദിച്ചു ഇത്, അതുകൊണ്ട് ഞാൻ പറയല്ലേ PB കമ്മീഷന് മുമ്പിലാണ്. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നിങ്ങൾക്ക് വേറെ ഉദ്ദേശങ്ങളുള്ളത് കൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ചോദ്യം നല്ല രീതിയിൽ ചോദിക്കുക, എന്നിട്ട് തെറ്റായി വാർത്തകൾ കൊടുക്കുക എന്നൊരു ശൈലി നമ്മുടെ ചിലർ സ്വീകരിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണത്. അല്ല, പാർട്ടിയെ ക്ഷീണിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ പാർട്ടി ശത്രുക്കൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ ഇരയായിരിക്കുന്നു എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേക ലക്ഷ്യമുണ്ട്. അങ്ങനെ എന്തെല്ലാം ആക്രമണങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ആ ആക്രമണങ്ങളെല്ലാം ഞങ്ങളെ ക്ഷീണിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷേ അതിനെല്ലാം നേരിട്ടുകൊണ്ടാണല്ലോ ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകുന്നത്. പാർട്ടിയിൽ കുലംകുത്തികൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് ബാർ മുതലാളിമാരിൽ നിന്ന് കാശ് വാങ്ങി എന്നിട്ട് അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറായ UDF നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. ആ നേതാക്കന്മാർക്ക് അത് കഴിഞ്ഞില്ലല്ലോ. ഞങ്ങൾ അക്കാലത്തും കാശ് വാങ്ങിയില്ല, ഇക്കാലത്തും കാശ് വാങ്ങുന്നില്ല. അന്ന് ഞങ്ങൾ തലയുയർത്തി പറഞ്ഞല്ലോ. അന്ന് ഈ വിവാദങ്ങളൊക്കെ പിന്നെയാണല്ലോ വന്നത്. അവരിൽ നിന്ന് കാശ് വാങ്ങാത്തവർ ഞങ്ങൾ മാത്രമാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അത് പറയാനുള്ള തൻ്റെ ഇടം ഞങ്ങൾക്കുണ്ടല്ലോ. അതിലങ്ങനെ ഒരു വ്യത്യസ്ത സമീപനം എന്ന് പറയാനില്ല. ഇവിടെ വന്ന ചില വാർത്തകളുടെ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ LDF-ൻ്റെ നയം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്, മദ്യനയവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മദ്യനയം പ്രഖ്യാപിക്കുക ഓരോ വർഷത്തേക്കാണ്. ആ ഒരു വർഷത്തെ കാര്യം പറയുമ്പോഴാണ് ഈ പറയുന്ന കാര്യം പ്രസക്തമായി വരുന്നത്. എന്ത് വേണമെന്നുള്ളത് ഗവൺമെൻറ് നടപ്പാക്കേണ്ട കാര്യം. മറ്റത് ഞങ്ങളിപ്പോൾ നിലപാട് വ്യക്തമാക്കി. ഞങ്ങളുടെ നയം എന്താണ്? അത് മദ്യനിരോധനമാണോ മദ്യവർജനമാണോ? ഇതാണ് ഞങ്ങളിപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കേണ്ടതാണ്. അതിനകത്ത് വേറെ വൈപരീത്യമൊന്നുമില്ല.
UDFിൻ്റെ മദ്യ കുറക്കൽ നമുക്ക് നല്ലോണം അറിയാലോ എങ്ങനെയാണ്, നിങ്ങൾക്കും അറിയാം നല്ല നിലക്ക്. ആ കുറക്കലല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പ്രായോഗികമായി കുറക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് 23 വയസ്സിന് വരെയുള്ളവർ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. 23 വയസ്സ് വരെയുള്ള ആളുകൾക്ക് മദ്യം കൊടുത്താൽ ഈ ഉപയോഗിക്കുന്ന ആളെ പോലെ തന്നെ കുറ്റമായിരിക്കും അത്. ആ മദ്യം കൊടുത്തയാൾക്കും വലിയ തോതിലുള്ള നടപടികൾ വരും. അതൊക്കെയായിരിക്കും LDF ഗവൺമെൻറ് പിന്നീട് സ്വീകരിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ മദ്യവർജനത്തിനായിരിക്കും വളരെ പ്രാമുഖ്യം ഞങ്ങൾ കൊടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒട്ടേറെ ക്യാമ്പയിനുകളും ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. BS-നെതിരെ ഏതെങ്കിലും ഒരു വിഭാഗം പണം വാരിക്കോരി എറിഞ്ഞതുകൊണ്ട് മാത്രം മലമ്പുഴയിൽ ഒരു ചൊക്കും സംഭവിക്കാൻ പോകുന്നില്ല. മലമ്പുഴക്ക് BS-നെ അറിയാം, BS-ന് മലമ്പുഴയെ അറിയാം. അതൊന്നും കണ്ടിട്ട് ആരും വേറെ വ്യാമോഹമൊന്നും വെച്ചിരിക്കണ്ട. അങ്ങനെ വല്ല കഞ്ഞിയും വെക്കുന്നതിന് നമുക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. PC ജോർജിനെ പിണക്കി നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് നല്ല ഒഴുക്കുണ്ടാവും. ആ ഒഴുക്ക് LDF-ന് അനുകൂലമായിട്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങളാരും പിന്നെ അത് എടുക്കാതിരുന്നത്? ആദ്യം നിങ്ങളൊന്ന് പറയാൻ നോക്കിയല്ലോ.